നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവിൽ അലീന തന്റെ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെക്കുവാണ്. പ്രജിത്താമ്മയുടെ ഫോട്ടോ എടുത്ത് ബാഗിനകത്തേക്ക് വെച്ചപ്പം അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. താൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന് കയറിയ കാര്യങ്ങളൊക്കെ ഓർത്തു. തന്നോട് മമ്മി ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. നിനക്ക് ആ വീട്ടിലേക്ക് പോകാം, നിന്റെ അമ്മയെ കാണാം, തൊടാം, സംസാരിക്കാം. പക്ഷെ ഒരിക്കലും നിന്റെ അമ്മയാണ് അതെന്നുള്ള കാര്യം അവരോട് പറയരുതെന്ന്. താൻ ആ വാക്കു പാലിച്ചു. പക്ഷേങ്കിൽ ഇടയ്ക്ക് വെച്ച് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. ഒരുപക്ഷെ തൻ്റെ അമ്മ ഇപ്പം തൻ്റെ അച്ഛനെ ഇവിടെ തന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുമായിരുന്നെങ്കിൽ താൻ ഇവിടെ സന്തോഷത്തോടെ ഇവരോടൊപ്പം കഴിയേണ്ടതായിരുന്നു. എല്ലാം ഒരു നിമിഷം കൊണ്ടാണ് ഇല്ലാതാകുന്നേ. അതൊക്കെ ഓർത്തപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്നെങ്കിലും ഒരിക്കൽ തൻ്റെ അമ്മ തന്നെ തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ അന്വേഷിച്ച് വരുമായിരിക്കും. പക്ഷെ ഏതാ അങ്ങനെയൊന്നും അറിയില്ല. ഇനിയിപ്പോൾ വരുമോ ഒന്നും അറിയത്തില്ല. വന്നാലും കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല. ഇത്രയും നാൾ ഇവിടെ നിൽക്കാൻ പറ്റിയല്ലോ. തനിക്ക് കൂടപ്പിറപ്പുകളെ ഒരച്ഛനെ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് മാത്രം മതി, അവരുടെ സ്നേഹം മതി. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അലീനയുടെ കണ്ണ് നിറഞ്ഞൊഴുകി. അലീന അങ്ങനെ പ്രജിത്താമ്മയുടെ ഫോട്ടോ കൊണ്ട് ബാഗിനകത്തേക്ക് വെച്ചു. അത് മാത്രമല്ല, ഭവിത കുറേ ഡ്രസ്സൊക്കെ അലീനയ്ക്ക് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ഭവിത അങ്ങോട്ടേക്ക് വരുന്നത്. ഭവിത വന്നിട്ട് ചെന്താ കൊണ്ടാളതൊക്കെ എടുത്തു വെച്ചോന്ന് ചോദിച്ചു. എടുത്തു വെച്ചോണ്ടിരിക്കുക, എങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് താഴേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോള് പറഞ്ഞു, അച്ഛാ അലീന ചേച്ചി പറഞ്ഞു വരേണ്ട കാര്യമുണ്ടോ? അലീന ചേച്ചി ഇവിടെ നിന്നോളൂല്ലേ? ബാലേന്ദ്രൻ പറഞ്ഞു, അതിന് ഞാനല്ല അവളെ പറഞ്ഞു വിടുന്നേ. അവള് സ്വയം മനസ്സാലെ തീരുമാനം എടുത്തിരിക്കുന്നതല്ലേ. നമ്മൾ ആരൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവള് പോവും. അവൾ അവളുടേതായ തീരുമാനം എടുത്തിരിക്കുന്ന. രോഹിത് പറഞ്ഞു, അലീന ചേച്ചി പോവേണ്ട കാര്യമൊന്നുമില്ല. അമ്മയോട് ഞങ്ങൾ ഒന്നുകൂടെ വേണേൽ സംസാരിക്കാമെന്ന് പറഞ്ഞു. ഭവിതയും പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ ഒന്നുകൂടെ സംസാരിച്ചു നോക്കാം. അത് ശരിയാവത്തില്ല. മാഡത്തിനോട് നിങ്ങളാരും ഇനിയിപ്പോൾ സംസാരിക്കണ്ട. വെറുതെ എന്തിനാ? മാഡത്തിന്റെ വാശി നമ്മൾ കണ്ടല്ലേ. അവിടെ പോയി നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചല്ലേ. എന്നിട്ട് അത് കേട്ടില്ല. അപ്പം പിന്നെ ഇനി എന്താണെങ്കിലും കാല് പിടിക്കാനൊന്നും ആരും പോകണ്ട. മാഡത്തിന്റെ മനസ്സിന് മാറ്റം വരുമെന്ന് എനിക്ക് തോന്നില്ല. അതെ, ഞാൻ പോയെന്ന് കരുതിയിട്ട് ഉഴപ്പാനൊന്നും നോക്കരുത്. 3 പേരും നന്നായിട്ട് പഠിക്കണം കേട്ടോ. എപ്പോഴും അങ്ങനെ നല്ല കുട്ടികളാണെന്ന് കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഉള്ളത് കൊണ്ട് ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ പോയി കഴിയുമ്പോൾ അറിയാന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, അതെ അച്ഛാ, ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഞാനിന്ന് ഫോൺ വിളിച്ച് ചോദിക്കും, എങ്ങാനും ഉഴപ്പിന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഉപദേശം കൊടുക്കുമ്പോഴും അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അപ്പം ബാലേന്ദ്രൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാരണവശാലും അലീനയുടെ മുന്നിൽ നിങ്ങൾ സങ്കടം കാണിക്കരുത്. അലീന ഇവിടുന്ന് സന്തോഷത്തോടെ പോയിക്കോട്ടെ. പാവം നിങ്ങളതിനെ മനസ്സ് വേദനിപ്പിച്ച് വിടില്ലെന്നൊക്കെ. കൃഷ്ണമോൾക്കും ഭവിതയ്ക്കും രോഹത്തിനൊക്കെ ഭയങ്കര വിഷമമുണ്ടെങ്കിലും ബാലേന്ദ്രൻ പറഞ്ഞുകൊണ്ട് മാത്രം അവര് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്നാലും കൃഷ്ണമോൾക്ക് ഇടയ്ക്ക് അലീനയോട് ചോദിക്കേണ്ടി വന്നു, അലീന ചേച്ചി ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫോൺ ചെയ്യുമോ? ഞങ്ങളെ ഇടയ്ക്ക് കാണാൻ വരുമോ? ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടായിരിക്കുമോ? അങ്ങനെ 100 ചോദ്യങ്ങളായിരുന്നു കൃഷ്ണമോൾക്ക്. അലീന പറഞ്ഞു, അതെ, ഞാൻ അവിടേക്ക് പോകുന്നതല്ലേ ഉള്ളൂ. അവിടെ എങ്ങനെ എന്താണെന്നും എനിക്കറിയത്തില്ല. അച്ഛൻ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. അവിടെ ചെല്ലട്ടെ, ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം. ലീവിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ വിളിക്കാം. പിന്നെ ഞാൻ ഒത്തിരി ദൂരത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നേ, ഒരു 3-4 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ഇങ്ങോട്ടേക്ക് എത്താവുന്ന രീതിയിലല്ലേ. അതുകൊണ്ട് അതോർത്ത് പേടിക്കൊന്നും വേണ്ടെന്നേ. ഇടയ്ക്ക് അവധി കിട്ടുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങളെ കാണാൻ ഓടി വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, സമയം പോയിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് റെഡിയാവുക, എനിക്ക് കൊണ്ടേ വിട്ടിട്ട് തിരികെ വരണ്ടെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങോട്ട് കയറിപ്പോയി. പോകുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, ഞാൻ വാങ്ങിത്തന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വേണം റെഡിയായിട്ട് വരാനെന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അല്ലച്ചാ അത് വേണം, അത് ഇട്ടുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അലീന വല്ലാത്തൊരു വിഷമത്തിലാണ് മുറിയിലേക്ക് പോകുന്നത്. അങ്ങനെ മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറുവാണ്. ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. താൻ ആരുമല്ല ഇവിടുത്തെ അച്ഛൻ്റെ, പക്ഷെ തന്നെ പൊന്നുപോലെ സ്വന്തം മക്കളെക്കാളും കാര്യമായിട്ടാണ് നോക്കുന്നത്. ഇതുപോലെ അച്ഛനെ കിട്ടാനായിട്ട് ഏതൊരു മക്കളും ആഗ്രഹിക്കും. പക്ഷേ തൻ്റെ അമ്മയ്ക്ക് അതിനുള്ള യോഗമില്ല. ഇത്രയും നല്ലൊരു ഭർത്താവിനോടൊപ്പം ജീവിക്കാനായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെയൊന്നും കാണിക്കില്ലായിരുന്നു. അവരുടെ ഭാഗത്തൊരു തെറ്റുള്ളപ്പം അവർ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി ജീവിച്ചാനും. പക്ഷെ തൻ്റെ അച്ഛൻ്റെ തലയിൽ കയറി ഇരിക്കാനായിട്ടാണ് തൻ്റെ അമ്മ ശ്രമിച്ചുകൊണ്ടിരുന്നേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അലീനയുടെ കണ്ണ് നിറഞ്ഞു വന്നു. അങ്ങനെ അലീന സാരിയൊക്കെ കൊടുത്ത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞു.
ആ സമയം കൃഷ്ണമോൾ അങ്ങോട്ട് വന്നു. കൃഷ്ണമോൾ നോക്കിയിട്ട് പറഞ്ഞു, നല്ല സുന്ദരിയായിട്ടുണ്ട് ഇപ്പം അലീന ചേച്ചിയെ കാണാനായിട്ട്, എന്ത് ഭംഗിയാന്ന് ചോദിച്ചു. ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഇതേ ഇവിടെ അടുക്കള കിടന്ന് ജോലി ചെയ്തുകൊണ്ട് തന്നെ പെൺകുട്ടിയാന്ന് പറയത്തില്ല, അത്ര നല്ല ഭംഗിയാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ബബിതയെ ബാലേന്ദ്രൻ എല്ലാവരും വിളിക്കണേ, ഇങ്ങോട്ട് വാ, എല്ലാവരും കൂടെ ഒരു കാര്യം കാണിച്ചാലാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഒരു അപ്സരസിനെ പോലെ സുന്ദരിയായിട്ട് അലീന നിൽക്കുന്നു. ആദ്യമായിട്ടാണ് അലീന ഇങ്ങനെ സ്വർണ്ണക്കമ്മലും മാലയൊക്കെ അണിയുന്നത്. ജനിച്ചിട്ട് ഇന്ന് വരെ അത് ഇടാനുള്ള യോഗമൊന്നും അലീനയ്ക്ക് ഉണ്ടായിട്ടില്ല. ഇത്ര വില കൂടിയ സാരി പോലും അലീന ഉടുക്കുന്ന ആദ്യമായിട്ടാണ്. ഇങ്ങനെയൊന്നും അലീനയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഓർഫനേജിലല്ലേ, അപ്പം ആരെങ്കിലും ദാനമായിട്ട് കൊടുക്കുന്ന ഡ്രസ്സുകളൊക്കെ ആയിരിക്കും, അതും മുഴുവനും പഴയ ഡ്രസ്സുകളായിരിക്കും. എല്ലാവരും ഇട്ട് ഏകദേശം തീരാറായി കഴിയുമ്പോഴത്തേനും ഓർഫനേജിനെ കൊടുക്കും. അതായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. പിന്നെ വല്ല ഓണോ എന്തെങ്കിലുമൊക്കെ വന്ന് കഴിയുമ്പോൾ പുതിയ ഡ്രസ്സ് കിട്ടിയാലായി. പക്ഷെ അതിനകത്തൊരു പരാതി പരിഭവങ്ങളോ അലീനയ്ക്കോ അല്ലെങ്കിൽ അവിടെയുള്ളവർക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. അവർക്കറിയാം അവരുടെ സ്ഥിതിഗതികൾ എന്താന്ന്. അലീന ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരുങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, കൊള്ളാലോടി ഇപ്പം നിന്നെ കാണാനായിട്ട്. ഇപ്പം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദേ ഞാനൊക്കെ മാറി നിൽക്കേണ്ട വരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അങ്ങനെ പറയരുത് അച്ഛാ എന്ന് പറഞ്ഞു. എങ്കിൽ റെഡി, പെട്ടെന്ന് ബാഗൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അലീന പറഞ്ഞു, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. ആ സമയം ബബിതയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ബബിത നേരെ മുറിയിലേക്ക് പോയി അവിടെ നിന്ന് കരയുവാണ്. ഏറ്റവും കൂടുതൽ സങ്കടം ബബിതയ്ക്കായിരുന്നു. എന്തോ ബബിതയുടെ മനസ്സ് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ബബിതയ്ക്ക് അറിയത്തില്ല തൻ്റെ അമ്മയുടെ മകളാണ് എന്നൊന്നും. പക്ഷെ അല്ലാതെയാണ് ബബിത ഇത്ര സ്നേഹിക്കുന്നത്. അങ്ങനെ ബാഗൊക്കെ എടുത്തുകൊണ്ട് വെക്കുമ്പോഴത്തേനും രോഹിത്ത് പറഞ്ഞ്, ഞാൻ കൊണ്ടേ കാറിനകത്തേക്ക് വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രോഹിത്ത് അതൊക്കെ കൊണ്ട് കാറിനകത്ത് വെക്കുവാണ്. ഈ സമയത്ത് അലീന നോക്കിക്കഴിഞ്ഞപ്പം ബബിതയെ മാത്രം കാണുന്നില്ല. അല്ല കൃഷ്ണമോളെ, ബബിത എന്തെന്ന് ചോദിച്ചു. ബബിത ചേച്ചി മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, കൃഷ്ണമോള് പോയി വിളിച്ചു, ദേ ബബിത ചേച്ചി അലീന ചേച്ചി പോകാൻ ഇറങ്ങുക, എനിക്കാരും കാണണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നൊന്നുമില്ല, മര്യാദയ്ക്ക് പോകാൻ നോക്കുന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ കൃഷ്ണമോള് വന്ന് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ജനലിൽ പിടിച്ച് ഇങ്ങനെ വെറുതെ താഴേക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ബബിതയെന്നും പറഞ്ഞ് വിളിച്ചു. ബബിത അനങ്ങില്ല. അപ്പോഴേക്കും അലീന പിന്നീന്ന് പോയി അവളെ കെട്ടിപ്പിടിക്കണം. എന്തിനാ എൻ്റെ മോള് കരയണേ? കരയൊന്നും വേണ്ട, സങ്കടപ്പെടണ്ട. ദേ ഞാൻ പോയിട്ട് എനിക്കൊരു ലീവ് കിട്ടിക്കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് ഓടി വരില്ലേ, പിന്നെ എന്തിനാ കരയണമെന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് സങ്കടമൊന്നുമില്ല, പോകേണ്ടവർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. എപ്പോഴും അങ്ങനെയാ ബബിത, ഉള്ളിലെ ആ സ്നേഹം അത് ദേഷ്യമായിട്ടാണ് പുറത്ത് കാണിക്കുന്നത്. അലീനയ്ക്ക് അത് നന്നായിട്ടറിയാം. ഇപ്പം എല്ലാവരെക്കാളും കൂടുതലായിട്ട് ബബിത അലീനയെ സ്നേഹിക്കുന്നെന്നുള്ള കാര്യം അലീനയ്ക്കറിയാം. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ പോകുക, യാത്ര ചോദിക്കാൻ വേണ്ടി വന്ന, എന്നോടാരും യാത്ര പറയുകയൊന്നും വേണ്ട, പോകേണ്ടവർക്ക് പോവാം. എന്നോട് എന്തിനാ യാത്ര പറയുന്നേ? ഞാൻ അതിനാരാ നിങ്ങളുടെയൊക്കെ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബബിത കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. അലീന പതുക്കെ ആ കണ്ണൊക്കെ തുടച്ചു. എന്നിട്ട് പറഞ്ഞു, അതെ ശരിയെന്നാണെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചൊരു ഉമ്മയെ കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങണം. ബബിതയ്ക്ക് അങ്ങോട്ട് സമനില തെറ്റുന്ന പോലെ തോന്നി. വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇതിനു മുമ്പ് ഇത്ര ഫീലിങ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വൈജയന്തി ആ വീട് വിട്ടു പോയിട്ട് പോലും ഒരു തൊഴിൽ കണ്ണീര് പോവാത്ത ആൾക്കാരാ. പക്ഷേ അലീനെ പോകുകയെന്ന് പറഞ്ഞപ്പോൾ സഹിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഹാളിലേക്ക് വന്ന് കൃഷ്ണനോടും രോഹിത്തിനോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ കാറിനകത്തേക്ക് കയറുവാണ്. ബാലേന്ദ്രന് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരിക്കുന്നത്. കാരണം ബാലേന്ദ്രന് വിഷമമുണ്ട്, പക്ഷെ ബാലേന്ദ്രനും അത് പുറമെ കാണിക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് നീങ്ങുമ്പോഴത്തേനും വല്ലാത്തൊരു സങ്കടത്തോടുകൂടി കൃഷ്ണമോൾ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയം ജനലിൻ്റെ അവിടെ നിന്ന് ഭവിതയെ കാഴ്ച കാണുന്നുണ്ടായിരുന്നു, കാറ് നീങ്ങുന്ന കാഴ്ച. അങ്ങനെ അവരങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ബബിത അവിടെ വരുന്ന ഒറ്റ കരച്ചിലായിരുന്നു. പൊട്ടിക്കരയാണ്. അത്രയ്ക്ക് സങ്കടമായിരുന്നു ബബിതയ്ക്ക്. അങ്ങനെ കാറെ യാത്ര ചെയ്യണ സമയത്തൊന്നും അലീനൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു മൂകതയായിരുന്നു. ബാലേന്ദ്രൻ ഇടയ്ക്ക് ചോദിച്ചു, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരം അലീന കണ്ണടച്ചിരിക്കുന്ന കണ്ടു. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഓർത്തു, വെറുതെ എന്തിനാ, അവിടെ ഇരുന്നോട്ടെ, പാവം നല്ല സങ്കടമുണ്ട്, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് ബാലേന്ദ്രൻ മിണ്ടിയതുമില്ല. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലീന കണ്ണു തുറന്നു നോക്കി. ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. അപ്പം ഇത് ഏതാച്ചാ സ്ഥലം എന്നൊക്കെ ചോദിച്ചു. ഇതേ നമ്മൾ അഞ്ചലിൻ്റെ അടുത്ത് എത്താറായെന്ന് പറഞ്ഞു. നിനക്ക് വിശക്കുന്നില്ലേ? നമുക്കിവിടെയും ഒരു ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞു. വേണ്ടച്ചാ, എനിക്ക് വിശക്കുന്നില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി, പട്ടിണി ഇരിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ അലീനയെ കൊണ്ട് ഹോട്ടലിലേക്ക് കയറി. അലീനയ്ക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ കഴിച്ച് കാണുമോ, കൃഷ്ണമോളും ഭവിതയെ കഴിച്ച് കാണുമോ, നൂറ് ടെൻഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അലീനയുടെ മനസ്സിൽ. ബാലേന്ദ്രനെ മാക്സിമം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഇത്തിരി കഴിച്ചില്ല എന്നൊക്കെ വരുത്തിയിട്ട് കാറിലേക്ക് കയറി അലീന. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, അതെ സങ്കടപ്പെടുകയൊന്നും വേണ്ട,
നീ പോകുന്ന സ്ഥലം എന്തായാലും നല്ലതാ, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിനക്ക് അവിടെ ഒരുവിധ കുറവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ലച്ചാ ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുമായിരുന്നു, ഈ കുളത്തൂപ്പുഴ അവിടെ ആരാ ഉള്ളേ? അച്ഛൻ അറിയാവുന്ന ആരുടെയും വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത്. ഇതുവരെയിട്ട് അലീന അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലായിരുന്നു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ഞാൻ എന്താ അച്ഛാ, അത് ഞാൻ എങ്ങനെയാ നിന്നോട് പറയണമെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, അതെന്താ അച്ഛാ, പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും കാര്യമാണോ? അത് പിന്നെ എന്താ അച്ഛാ, അല്ല അച്ഛ കാര്യം എന്താ വെച്ചാൽ പറ. അതെ, ഞാൻ നിന്നെ വെറുതെ ഒരിടത്തേക്ക് കൊണ്ടുവിടില്ലെന്ന് നിനക്കറിയാലോ. കാരണം വീട്ടിൽ നീ സെർവൻ്റ് ആയിട്ടാ ഇത്രയും കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നേ. പക്ഷേ എങ്കിൽ ഈ പോകുന്ന വീട്ടിൽ നീ ഒരിക്കലും സെർവൻ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞേ? അപ്പം എന്നെ ജോലിക്കായിട്ട് കൊണ്ടുപോകുന്നല്ലേന്ന് ചോദിച്ചു. അതല്ല, നിന്നെ ഞാൻ കൊണ്ടുപോകുന്ന ആ വീട് അല്ലെങ്കിൽ ആളുടെ പേര് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും അതാരാ എന്താ ഏതാന്നൊക്കെ. എന്താ അച്ഛനീ പറയണേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറഞ്ഞു. കുളത്തൂപ്പുഴ ഇനിയിപ്പോൾ ആരെങ്കിലും ബന്ധുക്കാരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു. ആ സമയത്താണ് ബാലേന്ദ്രൻ പറയണേ, നിന്നെ ഞാൻ കൊണ്ടുവന്നേ ഒരു സെർവൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനൊന്നുമല്ല, നിന്റെ അച്ഛൻ്റെ അരിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. അച്ഛൻ്റെ അരിയിലേക്കോ? അതെ, നിന്റെ അച്ഛൻ്റെ അരിയിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അലീനയ്ക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അലീന ഒരു നിമിഷം ഞെട്ടിത്തിരിച്ചു പോകണം. തൻ്റെ അച്ഛൻ, ഇന്ന് വരെ താൻ തൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.